إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സ്രഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരുക്കി വെച്ച സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവ് എന്നത് പല നിലക്കും പല തരത്തിലും പരീക്ഷണങ്ങൾ അടങ്ങിയ ലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആ പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ് രോഗം എന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
രോഗമില്ലാത്ത അവസ്ഥക്ക് വേണ്ടി ദിനേനം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസവും രോഗമില്ലാത്ത അവസ്ഥക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടും കൂടെ കൽപ്പിച്ച കാര്യമാണ്. നിങ്ങളും രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകാൻ പ്രാർത്ഥിക്കണം. അവിടുന്ന് പറഞ്ഞതായി കാണാം, അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ലാ തമന്നൗ ലിഖാഅൽ അദൂ, നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. വസലുല്ലാഹൽ ആഫിയ, അതുപോലെ നിങ്ങൾ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് നിരന്തരം തേടുക എന്നതാണ്. ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ, അല്ലാഹുവേ, ഞാൻ നിന്നോട് ക്ഷേമത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ഞാനിതാ തേടുന്നു. ഇതുപോലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, വിശ്വാസികൾ സുബഹി നമസ്കാരത്തിന് ശേഷം ദിക്റുകളൊക്കെ ചൊല്ലിയ ശേഷം അല്ലാഹു റസൂൽ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ധാരാളം പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ അസ്ർ നമസ്കാരത്തിന് ശേഷം മഗ്‌രിബിന്റെ ഇടയിൽ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ദൂതൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നമ്മോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച പ്രാർത്ഥന, അത് പ്രകാരം കാണാം, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ, എന്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണമേ. ആ പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എനിക്ക് നീ എന്റെ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യം നൽകണമേ. അതുപോലെ അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, എന്റെ കാഴ്ചക്ക് നീ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും നീ നൽകണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കാഴ്ചക്ക് നീ അതുപോലെ ആഫിയത്ത്, പൂർണ്ണമായ സൗഖ്യം, പൂർണ്ണമായ ആരോഗ്യം നൽകണമേ. ശരീരത്തിന് മുഴുവൻ പ്രാർത്ഥിച്ചു. അതുപോലെ കാതിന്, കേൾവിക്ക്, അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു. കാഴ്ചക്ക് വേണ്ടി മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. അപ്പൊ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളെല്ലാം ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാം. അതുപോലെ മറ്റൊരു പ്രാർത്ഥന നമുക്കറിയാം, നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുവേ, ഇഹത്തിലും പരത്തിലും എനിക്ക് നീ മാപ്പ് നൽകണമേ, അതുപോലെ സൗഖ്യ ജീവിതം നൽകണമേ. അതിനുവേണ്ടി ഞാൻ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, എന്റെ മതകാര്യത്തിലും, എന്റെ ഐഹികമായ ജീവിതത്തിലും, എന്റെ കുടുംബത്തിലും, എന്റെ സമ്പത്തിലും, എന്റെ ധനത്തിലുമെല്ലാം നീ എനിക്ക് സൗഖ്യം നൽകണമേ, എനിക്ക് നീ മാപ്പ് നൽകണമേ. അതിനു വേണ്ടി ഞാൻ നിന്നോട് തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി കാണാം. ഇങ്ങനെ നിരവധി അനേകം പ്രാർത്ഥനകൾ. ഇവിടെയെല്ലാം ആഫിയത്ത് എന്ന ഈ പദത്തിന്റെ ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അത് മതവിഷയത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന്
അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങളിൽ നിന്നും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ് എന്നാണ് ആഫിയത്ത് കൊണ്ടുള്ള ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. രോഗമെന്ന പരീക്ഷണത്തിൽ നിന്ന് രക്ഷ ലഭിക്കുക എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുടെ വിഷയത്തിൽ ശ്രദ്ധ നൽകാനും നമുക്ക് സാധിക്കണം. രോഗിയെ സന്ദർശിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം മഹത്തായ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. രോഗിയെ സന്ദർശിക്കൽ അത് നിർബന്ധമായ കാര്യമാണ്, വാജിബായ കാര്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ അത് എന്നാൽ വാജിബല്ല, പ്രബലമായ മുഅക്കദായ സുന്നത്താണ്, ഫർദിനോട് അടുത്തു നിൽക്കുന്ന കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ അതൊരു സമൂഹത്തിന്റെ ബാധ്യതയാണ്, ഫർദ് കിഫയായ കാര്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുടെ ആധിക്യം കാരണമാണ് പണ്ഡിത ലോകത്ത് ഈ രൂപത്തിലുള്ള ചർച്ചകൾ വരാൻ കാരണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം രോഗിയെ സന്ദർശിക്കുന്നതിന്റെ വിഷയത്തിൽ, അതിന്റെ പുണ്യം പറഞ്ഞ കാര്യത്തിൽ ഹദീസുകൾ ധാരാളം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, അത്ഇമുൽ ജാഇഅ വഉദുൽ മരീദ, നിങ്ങൾ വിശക്കുന്ന ആളുകൾക്ക്, വിശപ്പ് അനുഭവിക്കുന്ന ആളുകൾക്ക് അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും രോഗികളെ നിങ്ങൾ സന്ദർശിക്കുകയും ചെയ്യണം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ അതിനത്തരം രോഗി, വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, പട്ടിണി നേരിടുന്ന ആളുകൾ, അവരെ സഹായിക്കുക എന്നതും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരെ സന്ദർശിക്കുകയും അവരെ ആശ്വസിക്കുകയും ചെയ്യുക എന്നതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ വിശ്വാസികളോടുള്ള 5 ബാധ്യതകളിൽ ഒന്നായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗികളെ സന്ദർശിക്കുന്നതായി എണ്ണിയതായി കാണാൻ സാധിക്കും. ഖംസുൻ തജിബു ലിൽ മുസ്ലിമി അലാ അഖീഹി, 5 കാര്യങ്ങൾ തന്റെ സഹോദരന് മേൽ മുസ്ലിമിന് നിർബന്ധമാണ്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതായി കാണാം, വഇയാദത്തുൽ മരീദ, രോഗിയെ സന്ദർശിക്കുക എന്നത്. സഹോദരനായ മുസ്ലിമായ ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതാണ് അയാളെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമിന്റെ 6 ബാധ്യതകളിൽ ഒന്നാണ് നബി രോഗിയെ സന്ദർശിക്കുക എണ്ണിയതായി കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി 6, മുസ്ലിമിന് തന്റെ സഹോദരനോടുള്ള ബാധ്യതകൾ അത് 6 എണ്ണമാണ്. ആ 6 എണ്ണത്തിൽ അല്ലാഹു റസൂൽ എണ്ണി, വഇദാ മരിദ ഫഅദുഹു, അവൻ രോഗിയായാൽ സന്ദർശിക്കുക. അപ്പോ രോഗിയായി കിടക്കുന്ന ആളുകൾ നമ്മുടെ പരിസരത്തിലുണ്ട് എങ്കിൽ, അവൻ മുസ്ലിമാണ് എങ്കിൽ അവനെ സന്ദർശിക്കുക എന്നത് നമ്മുടെ കുടുംബത്തിൽ ഒക്കെ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും അവരെ മെയിൻറ്റ് പോലും ചെയ്യാതെ പോകുന്ന ആളുകൾ,
അങ്ങനെയാകരുത്. വിശ്വാസികളുടെ ബാധ്യതകളിൽപ്പെട്ടതാണ് രോഗിയെ സന്ദർശിക്കുക. അതിന് വലിയ പുണ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരനെ സന്ദർശിക്കുന്നവർ അവർ സ്വർഗത്തിന്റെ പാതയിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് വന്ന ഹദീസിൽ കാണാം, ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിമ ലൗ യസൽ ഫീ ഉർഫത്തിൽ ജന്ന ഹത്താ യർജിഅ. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഒരു മുസ്ലിം തന്റെ മുസ്ലിം സഹോദരനെ സന്ദർശിച്ചാൽ അവൻ മടങ്ങുന്നത് വരെ സ്വർഗത്തിന്റെ തോപ്പിലാണ് അവനുള്ളത്. രോഗിയെ സന്ദർശിച്ചാൽ മാത്രമല്ല, ഒരു മുസ്ലിമായ ഒരു സഹോദരനെ പോയി സന്ദർശിക്കുക. വീട്ടിൽ പോയി വിശേഷങ്ങൾ അന്വേഷിച്ച് വരെ സന്ദർശിക്കാൻ പോയി. അങ്ങനെ സന്ദർശിച്ചാൽ വരെ അവൻ അവിടുന്ന് മടങ്ങി വരുന്നത് വരേക്കും സ്വർഗത്തിന്റെ തോപ്പിലാണ് അവനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തന്റെ സഹോദരൻ സാധാരണ അവസ്ഥയിൽ, സഹോദരന്റെ രോഗമൊന്നുമില്ലാത്ത സാധാരണ അവസ്ഥയിൽ സന്ദർശിക്കുന്നതിന് പോലും ഇത്രയും പുണ്യമുണ്ട് എങ്കിൽ രോഗിയായി കിടക്കുമ്പോൾ അവനെ സന്ദർശിച്ചാൽ അതിന്റെ പുണ്യം അധികരിക്കും എന്നുള്ളത് നാം അറിയണം. രോഗിയെ സന്ദർശിച്ചുവാനുള്ള പുണ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ആദ മരീദൻ നാദാ മുനാദി മിനസ് സമാ. ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ആകാശത്തു നിന്നും ഇപ്രകാരം വിളിച്ചു പറയപ്പെടും. എന്താണ് വിളിച്ചു പറയപ്പെടുന്നത്? തിബ്ത വതാബ മംസാക്. നീ നല്ലവനായി, നിന്റെ വഴികളെ സുഗന്ധപൂരിതമാക്കി, വതബവ്വഅത മിനൽ ജന്നതി മൻസിലൻ. നീ സ്വർഗത്തിൽ ഒരു വീടിന്റെ വാതിൽ നീ തുറന്നു. സ്വർഗത്തിലേക്ക് അതിന്റെ വീടിലേക്കുള്ള വാതിൽ നീ തുറക്കപ്പെട്ടു എന്നാണ്. രോഗിയെ സന്ദർശിച്ചാൽ ആകാശ ലോകത്തു നിന്ന് വിളിച്ചു പറയുന്നു ഉണ്ട് എന്നതാണ്. മാത്രമല്ല മലക്കുകളുടെ പ്രത്യേകമുള്ള പാപമോചന പ്രാർത്ഥന അവർക്ക് ലഭിക്കും. അലി റളിയല്ലാഹു അൻഹു വന്ന ഹദീസിൽ കാണാം, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ റജുലിൻ യഊദു മരീദൻ മുംസിയൻ ഇല്ലാ ഖറജ മഅഹു 70,000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹ വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന വമൻ ആതാഹു മുസ്ബിഹൻ ഖറജ മഅഹു 70,000 മലക്കിൻ യസ്തഗ്ഫിറൂനഹു ലഹു ഹത്താ യുംസിയ വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന. ഒരാൾ വൈകുന്നേരം ഒരു രോഗിയെ സന്ദർശിച്ചാൽ, വൈകുന്നേരം ആ നേരത്തെ ഒരു രോഗിയെ സന്ദർശിച്ചാൽ നേരം പുലരുന്നത് വരെ അവന് വേണ്ടി 70,000 മലക്കുകൾ പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും. അവന് സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി ഒരാൾ രാവിലെയാണ് രോഗിയെ സന്ദർശിച്ചത് എങ്കിൽ വൈകുന്നേരം വരെ അവന് വേണ്ടി 70,000 മലക്കുകൾ പാപമോചനം നടത്തിക്കൊണ്ടേയിരിക്കും. അവനും സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരിക്കും. ഒരാൾ രാവിലെ ഒരു രോഗിയെ സന്ദർശിച്ചു, 70,000 മലക്കുകൾ അവന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന് സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം ലഭിച്ചു. അതേ മനുഷ്യൻ വൈകുന്നേരം മഗ്‌രിബ് ബാങ്ക് വിളിച്ചതിന് ശേഷം വേറെ രോഗിയെ സന്ദർശിച്ചു. അവന് വേണ്ടി മറ്റ് 70,000 മലക്കുകൾ, ഈ 70,000 മലക്കല്ല, വേറെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അവന് സ്വർഗത്തിൽ ഒരു പൂന്തോട്ടമുണ്ട്. അപ്പൊ ഒരു ദിവസം രാവിലെയും വൈകുന്നേരം 2 വ്യത്യസ്തമായ രോഗികളെ ഒരേ മനുഷ്യൻ സന്ദർശിച്ചാൽ 1,40,40,000 മലക്കുകൾ അവന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കും. 2 സ്വർഗീയമായ പൂന്തോട്ടം അവന് ലഭിക്കും. അത് തന്നെ സഹോദരങ്ങളെ നമുക്ക് മതി വരില്ലേ?
അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന എന്നത് അത് അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ രോഗിയെ സന്ദർശിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു നേട്ടമാണത്. നമ്മളത് ഒരിക്കലും പാഴാക്കി കളയരുത്. നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ രോഗികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ഓരോ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ, വീടുകളിലാണെങ്കിൽ, എവിടെയാണെങ്കിലും അവർ പോയി സന്ദർശിക്കണം. അത് അറിയുന്നവനാണെങ്കിലും അറിയാത്തവനാണെങ്കിലും. ഞാനൊരു രോഗിയെ സന്ദർശിക്കാൻ പോവാണെന്ന് പറയാം, ഞാനും കൂടെ വരുന്നു എന്ന് പറയാൻ സാധിക്കണം. അത് നമ്മുടെ നേട്ടത്തിന് വേണ്ടിയാണ്, നമ്മുടെ സ്വർഗം ലഭിക്കാൻ, നമുക്ക് സ്വർഗീയമായ പൂന്തോപ്പുകളിൽ ആനന്ദിക്കുവാൻ കാരണമാകുന്ന പുണ്യങ്ങളാണ്. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവരെ ചുറ്റി പൊതിഞ്ഞുകൊണ്ടേയിരിക്കും. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിന്ന് വന്ന ഹദീസിൽ കാണാം, മൻ ആദമരീദൻ ലൗ യസൽ യഹുല്ലു റഹ്മതൻ ഹത്താ യജ്ലിസ. ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ പോയാൽ അവൻ ഇരിക്കുന്നത് വരെ അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും. അവൻ രോഗിയുടെ അരികെ ഇരുന്നാൽ കാരുണ്യത്തിൽ അവൻ മുങ്ങി കുളിക്കുകയും ചെയ്യും. രോഗിയുടെ അടുക്കൽ പോയി നിന്നാൽ തന്നെ അവൻ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി രോഗിയുടെ അടുക്കൽ ഇരിക്കുകയാണെങ്കിലോ അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ മുങ്ങി കുളിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ റഹ്മത്തുകൾ, നമ്മൾ അറിയാത്ത രീതിയിൽ അല്ലാഹുവിന്റെ റഹ്മത്തുകൾ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, എത്ര പുണ്യകരമായ കാര്യമാണ് എന്ന് നമ്മൾ ഈ ഹദീസിലൂടെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, പരലോകത്ത് രോഗിയെ സന്ദർശിക്കാത്തവർക്ക് നേരെ അല്ലാഹു തിരിയും. രോഗിയെ സന്ദർശിക്കാത്ത മനുഷ്യൻ, ഒരു രോഗി ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവനെ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ, അത്തരം ആളുകൾക്കെതിരെ നാളെ ആഖിറത്തിൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ തിരിയുമെന്നാണ്. രോഗിയെ സന്ദർശിക്കൽ ബാധ്യതയായി പഠിപ്പിക്കപ്പെട്ടത് അത് തന്നെ. അത് നടത്താത്തവരെ അല്ലാഹു പ്രത്യേകം വിചാരണ ചെയ്യും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമത്ത്. അല്ലാഹു ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയാം, യൗമൽ ഖിയാമത്തിൽ, ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയും, യാ ഇബ്ന ആദം, അല്ലയോ മനുഷ്യ, മരിൽതു ഫലം തഅദിനി, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിക്കാതിരുന്നത് എന്ന് ആദം സന്തതികളായ മനുഷ്യരോട് അല്ലാഹു പരലോകത്ത് ചോദിക്കുമെന്നാണ്. ഞാൻ രോഗിയായപ്പോ നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, ഖാല യാ റബ്ബി കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ. റബ്ബേ, ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കും? നീ ലോകരക്ഷിതാവല്ലയോ, നിനക്കെങ്ങനെ രോഗം ബാധിക്കും? ഞാൻ നിന്നെ എങ്ങനെയാണ് സന്ദർശിക്കുക എന്ന് ആ മനുഷ്യൻ തിരിച്ചും അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ്, ഖാല അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ ഫലം തഉദുഹു. ഇന്നാലിന്ന മനുഷ്യൻ, എന്റെ അടിമ, അവൻ രോഗിയായപ്പോൾ നീ അവനെ സന്ദർശിച്ചില്ല. അവനെ നീ എങ്ങാനും സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് അവിടെ അവന്റെ അടുക്കൽ എന്നെ കണ്ടെത്താമായിരുന്നു എന്ന് നിനക്കറിയില്ലേ എന്ന് അല്ലാഹു ആ മനുഷ്യനോട് തിരിച്ചു ചോദിക്കുമെന്നാണ്. രോഗിയെ സന്ദർശിക്കുക എന്നത് അല്ലാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരു ഉപാധിയാണ്. അതുകൊണ്ട് തന്നെ നാളെ രോഗിയെ സന്ദർശിക്കാത്ത മനുഷ്യനെ
അള്ളാഹു പ്രത്യേകം വിചാരണ ചെയ്യുമെന്നതാണ് ഈ ഹദീസിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് രോഗിയെ സന്ദർശിക്കുക എന്നത് അത് അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി സഹോദരങ്ങളെ, രോഗിയെ സന്ദർശിക്കുന്ന വിഷയത്തിൽ അവിടെ മുസ്ലിമാണോ അതല്ല അമുസ്ലിമാണോ എന്ന വ്യത്യാസമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കായ തന്റെ അമ്മാവൻ അബൂ തോലിബിനെയും ജൂതനായ തന്റെ അയൽവാസിയുടെ മകനെയും അതുപോലെ മറ്റ് അമുസ്ലിങ്ങളായ ആളുകളെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന സമയങ്ങളിൽ അവരൊക്കെ പോയി കണ്ടിരുന്നു എന്നത് ഹദീസുകളുടെ ചരിത്രത്തിലൂടെ പോയി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളെ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ നമ്മൾ ചെയ്യണം. മുസ്ലിങ്ങളായ രോഗികളായ ആളുകൾ കിടപ്പിലുണ്ടെങ്കിൽ അവർ സന്ദർശിക്കുമ്പോൾ പ്രവാചകൻ ചെയ്തിരുന്നത് എന്താണ്? പ്രവാചകൻ ചെയ്തിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, അവരെ ഇസ്ലാമിനെ കുറിച്ച് അവരോട് സംസാരിക്കും, ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും, എന്നിട്ട് ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കും. അതുപോലെ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ഒരു മാർഗം കൂടിയായി കാണാൻ സാധിക്കണം. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും മാത്രം തനിച്ചാവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പുരുഷനായ ഒരു വ്യക്തി രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് തനിച്ച് ഒരു സ്ത്രീ കടന്നു പോകാൻ പാടില്ല. സ്പർശനവും മറ്റൊക്കെയുള്ള കാര്യങ്ങൾ അത് നിഷിദ്ധമായ കാര്യങ്ങളാണ്. അതൊന്നും ഒരു അന്യ പുരുഷന്റെ അടുക്കൽ പോയി ഉണ്ടാകാൻ പാടില്ല. കുഴപ്പങ്ങൾക്ക് സാധ്യതയുള്ള കാര്യങ്ങളാണ് എങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇനി ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട അനേക മര്യാദകളുണ്ട്. ആ മര്യാദകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗിയെ സന്ദർശിക്കുവാനും അതിലൂടെയുള്ള പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനൊക്കെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ, അതിൽപ്പെട്ട ഒന്ന്, രോഗ സന്ദർശനത്തിന് പ്രത്യേകമായ ഒരു ദിവസം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു സമയം നിശ്ചയിച്ച് പോകാൻ പാടില്ല എന്നതാണ്. അത് ഇന്ന ദിവസം പോയാൽ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന സമയം പോയാൽ പ്രത്യേകതയുണ്ട് എന്നൊക്കെ വിചാരിച്ച് പോയാൽ അത് ബിദ്അത്താവും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏത് സമയത്തും രോഗിയെ സന്ദർശിക്കാം, ഏത് ദിവസവും രോഗിയെ സന്ദർശിക്കാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രോഗിയുടെ അവസ്ഥ അനുസരിച്ചായിരിക്കണം നമ്മൾ രോഗിയെ സന്ദർശിക്കാൻ പോകേണ്ടത്. എന്ന് പറഞ്ഞാൽ ചില രോഗികളെ എല്ലാ സമയത്തും പോയി സന്ദർശിക്കാൻ പറ്റുകയില്ല. രോഗം പല വ്യത്യസ്തമായ രീതിയിലുള്ള രോഗങ്ങളാണ്. എല്ലാ രോഗികളെയും പോയി കാണാൻ പറ്റുകയില്ല. അപ്പൊ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് എന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനം ചില രോഗികൾക്ക് പ്രയാസമുണ്ടാക്കുന്നുവെങ്കിൽ ആ സന്ദർശനം ഒഴിവാക്കണം. അതുപോലെ നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മൾ കാരണത്താൽ ആ രോഗിക്ക് നമ്മുടെ സന്ദർശനം ഇഷ്ടമില്ല എങ്കിൽ ആ രോഗിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സന്ദർശിക്കാൻ പാടില്ല. അത് നമ്മൾ അവരുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവർ പോയി സന്ദർശിക്കാൻ പാടുള്ളൂ എന്നതാണ്. അതുപോലെ തന്നെ അധിക സമയം ഇരുന്ന് ബോറടിപ്പിക്കുന്ന രീതിയിൽ, അവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമൊക്കെ നടത്തി അങ്ങനെയുള്ള സാമീപ്യം രോഗിക്ക്
ചില രോഗികൾക്ക് കൂടുതൽ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്ന ആളുകളുണ്ടാകും. ചില രോഗികൾക്ക് കുറേ അധികം ഇരുന്ന് സംസാരിക്കുന്നത് പ്രയാസകരമായ ആളുകളുണ്ടാകും. അപ്പോൾ അവരുടെ അവസ്ഥകൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ രോഗികളെ സന്ദർശിക്കേണ്ടത് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വിശ്രമം ആവശ്യമായ രോഗികളുണ്ടാകും. കുറേ പേർ ഒന്നിച്ചു പോയി കാണാൻ പാടില്ലാത്ത രോഗികളുണ്ടാകും, ഒന്നിച്ചു പോയി സന്ദർശിക്കാൻ പാടില്ലാത്ത ആളുകൾ. അത്തരം രോഗികളൊക്കെ ആ നിലക്ക് പ്രയാസപ്പെടുത്താതിരിക്കലാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത്തരം സന്ദർഭത്തിൽ രോഗസന്ദർശനം ഒഴിവാക്കുന്നതും അദ്ദേഹത്തോട് ചെയ്യുന്ന നന്മയാണ്, അതും പുണ്യം കിട്ടുന്ന കാര്യമാണ്. ചില ആളുകളുണ്ടാവും, ഞാൻ പോയില്ലെങ്കിൽ എന്താ വിചാരിക്കുക, ആ ഒരു നീയത്തോട് പോയി രോഗിയെ കണ്ടിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ കാണാനോ കാണിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടല്ല നമ്മൾ രോഗിയെ സന്ദർശിക്കാൻ പോകേണ്ടത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മൾ രോഗിയെ സന്ദർശിക്കേണ്ടത്. നമ്മുടെ നീയത്തിനനുസരിച്ചാണ് കൂലി കിട്ടുക. ഇത് പലപ്പോഴും ഈ ഒരു നീയത്തുണ്ടാവില്ല. ആളുകൾ എന്ത് വിചാരിക്കും, ഞാൻ അവിടെ പോയില്ലെങ്കിൽ, ഞാൻ ഇന്നാളെ കാണാൻ പോയില്ലെങ്കിൽ, ഞാൻ ഇന്നാളുടെ മയ്യിത്ത് നിസ്കരിക്കാൻ പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഈ ഒരു നീയത്തോടു കൂടിയാണ് പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ഒക്കെ സന്ദർശനങ്ങൾ മാറിപ്പോകുന്നുണ്ടോ എന്നത് നമ്മൾ ഗൗരവത്തോട് കാണേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ രോഗിയെ കാണുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സാന്ത്വനപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ നമുക്ക് പ്രത്യേകം അതിന് സമയം കണ്ടെത്തണം. അതുപോലെ മരണത്തോട് വല്ലിടുന്ന രോഗികളൊക്കെ ഉണ്ടെങ്കിൽ, ഓർമ്മശക്തിക്കുള്ള ആളുകൾ, സംസാരിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അവരിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന അവസ്ഥയിൽ കഴിയുന്ന രോഗികളാണെങ്കിൽ അവരോട് പ്രത്യേകം വസിയ്യത്ത് ചെയ്യാൻ ഓർമ്മപ്പെടുത്തണം. അവരുടെ സമ്പത്ത്, അവരുടെ ഇടപാടുകൾ, സ്വത്ത് മുതൽ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങൾ, ഇടപാടുകൾ, ആ വിഷയത്തിൽ വസിയ്യത്തിനെ അവരെ ഓർമ്മിപ്പിക്കണം. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിവിധ പ്രാർത്ഥനകൾ ഹദീസിൽ കാണാൻ സാധിക്കും. അത് പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രാർത്ഥനകൾ പഠിക്കുകയും പഠിച്ച പ്രാർത്ഥന പ്രാവർത്തികമാക്കുകയും ചെയ്യണം. നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനകളാണ്. ലാ ബഅസ തുഹൂറ ഇൻഷാ അല്ലാഹ്, സാരമില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ പാപശുദ്ധിയും സുഖം പ്രാപിക്കുകയും ചെയ്യുമെന്നാണ്. ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. അതുപോലെ മറ്റൊരു പ്രാർത്ഥനയാണ് അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യശ്ഫീക്. അതിഗാംഭീര്യമുള്ള അർശിന്റെ റബ്ബും അതിമഹത്വമുള്ള അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ ഇതാ തേടുന്നു, ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന 7 തവണ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ റബ്ബൻ നാസ് മുദ്ഹിബൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ അൻത ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, ഈ രോഗിക്ക് അയാളുടെ രോഗം നീ മാറ്റിക്കൊടുക്കണമേ, അദ്ദേഹത്തിന് നീ സുഖപ്പെടുത്തണമേ. നീയാകുന്നു രോഗം മാറ്റുന്നവൻ, നിന്നിലൂടെ ഇല്ലാതെ രോഗത്തിന് ശമനമില്ല. അല്പം പോലും ബാക്കിയാക്കാത്ത രീതിയിൽ പൂർണ്ണമായ ശിഫ അല്ലാഹുവേ ഇദ്ദേഹത്തിന് നൽകണമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ സ്പർശിക്കാൻ അനുവദനീയമായ വ്യക്തികളാണ് എങ്കിൽ, ചില രോഗങ്ങൾ പകരുന്ന പകർച്ചവ്യാധികളുണ്ടാകും, അങ്ങനെയുള്ള സ്പർശനം അനുവദിക്കപ്പെടാത്ത രോഗങ്ങൾ, അതല്ലാത്ത രോഗം, സ്പർശിക്കാൻ അനുവദിച്ച രോഗങ്ങൾ. അപ്പോൾ സ്പർശിക്കാൻ അനുവദിച്ച രോഗങ്ങളാണ് എങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ കൈവച്ച് ആയത്തുൽ കുർസി ഓതാം, സൂറത്തുൽ ഇഖ്ലാസ് ഓതാം,
സൂറത്ത് നാസ് ഓതാം, സൂറത്ത് ഫാത്തിഹ ഓതാം. ഇതൊക്കെ ഓതിയിട്ട് അവരുടെ ശരീരത്തിൽ തടവിക്കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മരണം ആസന്നമായ രോഗിയാണെങ്കിൽ അവന് ഷഹാദത്ത് കലിമ അവന്റെ ചെവിയിൽ അത് ചൊല്ലിക്കൊടുക്കണം. ഈ മര്യാദകളെല്ലാം പാലിച്ച് മഹത്തായ പുണ്യം ഈ രോഗസമൂഹത്തിലൂടെ അള്ളാഹുവിന്റെ ഈ ഒരു പുണ്യങ്ങൾ നേടിയെടുക്കാൻ ധാരാളമായി നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു അതിനുള്ള ആഫിയത്തും അതിനുള്ള തൗഫീഖുമെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു കഠിനമായ മാറാരോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബക്കാരെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് വേദനകൾക്കെല്ലാം ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വലുതും ചെറുതുമായ പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്. എല്ലാം നീ വിട്ടുപോയിട്ട് മാപ്പാക്കി തരണേ റഹ്മാനെ. നാളെ എരിപൊരി കൊള്ളുന്ന മഹ്ശറിൽ ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. നരകക്കാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരിന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. അവരുടെ പാപങ്ങൾ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അള്ളാഹുവെ, ഭാര്യമാരിലും മക്കളിലുമെല്ലാം ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة